ഇന്ന് നിവിയുടെ അച്ഛൻ ആക്ച്വലി ഒരു അടിപൊളി സ്പെഷ്യൽ റെസിപ്പി നമുക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. നിവി കുറേ തവണ കഴിച്ചിട്ടുണ്ട്. സോ നല്ലതാണോ? അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ആ റെസിപ്പി കാണിച്ചു തരുന്നതായിരിക്കും. മല്ലിയില, കറിവേപ്പില ഇല കുറച്ച് കുറവാണ്, നമുക്കത് മതി കേട്ടോ. സവാള കട്ട് ചെയ്ത് ഒരു കഷ്ണം, അങ്ങനെ സവാള പച്ചമുളക് കട്ട് ചെയ്ത് അങ്ങനെയെങ്കിൽ ഇഞ്ചി കട്ട് ചെയ്ത് അങ്ങനെ ശരിയല്ലേ? അപ്പോൾ ഇതെന്തെന്ന് വെളുത്തുള്ളി ആര് കട്ട് ചെയ്തത്? അതെ, നിങ്ങൾ കട്ട് ചെയ്ത് തന്നെ വേണം. പ്രത്യേകം പറയണം എല്ലാവരോടും, നമ്മൾ കട്ട് ചെയ്ത് തന്നെ വേണം. ഒത്തിരി എന്താ നമ്മളെന്ത് ചെയ്തത്? വെള്ളം കൂട്ടാതെ അങ്ങോട്ട് അരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം അതിലേക്ക് പിഴിയണം. വെള്ളത്തിന് പകരം എങ്ങനെയുണ്ട്? ക്രഷ്ഡ് കുരുമുളക്, അതായത് പൊടി കുറച്ച് നന്നായിട്ട് ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഓക്കെ. കുരുമുളകാണ് നമ്മുടെ ടേസ്റ്റ്. കാശ്മീരിയാണോ? മുളക് പൊടി കാശ്മീരി ഉണ്ടോ? ഇത് അമ്മയോട് ഇതിലൂടെ വൈറ്റ് സോൾട്ട്, ഇനി മിക്സ്. ഇതെടുക്കും ടേസ്റ്റ്. മുട്ട കഴുകിയിട്ടാണ് കുത്തുക. ചെറുനാരങ്ങ കുത്തിട്ട് കേട്ടാ. പോരാ. കോൺഫ്ലോർ നമ്മൾ ആവശ്യത്തിന് ഒരു ജസ്റ്റ് ഇടുന്നതാണ് കേട്ടോ. ഭയങ്കര ഹാർഡാണ്. മറ്റേ അതിൻ്റെ വിത്താണ് കൂടുതൽ. ഭയങ്കര ഹാർഡായി. അതൊന്നും നമ്മൾ ക്ഷമിക്കാം. നമ്മളിപ്പോൾ മാഗ്നേറ്റ് ചെയ്തു. എന്ത് ചെയ്തു? മാരിനേറ്റ് ചെയ്തു. എന്തത്? മാരിനേറ്റ് ചെയ്തു. ഈ മാരിനേറ്റ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ വെക്കും. എത്ര മിനിറ്റ്? 1 മണിക്കൂർ. ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെങ്കിൽ വെളിയിൽ വെച്ചാലും മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ വെക്കും, കുറയുമ്പോഴത്ത് വെളിയിൽ വെക്കും. ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിലോ